എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ചെറിയൊരു എന്താ പറയുക മിസ്റ്റേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് ടീമിനെ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ തവണ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് ചെയ്തിരുന്ന ആൾക്കാർ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് വേറൊരു ടീമിനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടീമിന് നമ്മൾ നിങ്ങളെ ഓരോരുത്തരെയും ഫോട്ടോസ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ ഡെയിലി വരുന്ന പേഷ്യൻസിൻ്റെ ഫോട്ടോസ് അവരെ അതായത് ഒരു പേഷ്യൻറ്റിനെ ഏതൊരു പേഷ്യൻ്റാണ് ബൂസ്റ്ററിന് വരുന്നത് ആ പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഫോട്ടോസ് ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് അതൊരു ക്ലിപ്പ് അതൊരു എന്താണ് പറയുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇവർക്കുള്ള ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഗ്രൂപ്പിൽ ഈ നമ്മുടെ മാർക്കറ്റിംഗ് ടീമിൻ്റെ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ എന്നിട്ട് അതിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് നല്ല ചേഞ്ചുള്ള ഫോട്ടോസ് ഫസ്റ്റിൽ നിന്ന് മീൻസ് ബൂസ്റ്റ് എടുക്കാൻ വരുമ്പോൾ തന്നെ ചേഞ്ച് ആയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതാണ് ബിഫോർ ആഫ്റ്റർ ആയിട്ട് കൊടുക്കാറ്. പക്ഷേ ഇവിടെ നെറ്റിൻ്റെ റേഞ്ചിൻ്റെ പ്രശ്നം കാരണം 3 എണ്ണം അടുപ്പിച്ചടുപ്പിച്ച് അയച്ചപ്പോൾ അതിൽ ഒരെണ്ണം ഫസ്റ്റ് സെഷൻ്റെ ഫോട്ടോ സെൻഡ് ആയിട്ടുണ്ടായില്ല. അത് സെൻഡ് ആവുന്നതിന് മുന്നേ അടുത്ത പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് സെഷൻ്റെയും ബാക്കിയുള്ളതാണ് സെൻഡ് ആയത്. അപ്പോൾ ഈ പേഷ്യൻസ് ഈ ആൾക്കാർ അതായത് മാർക്കറ്റിംഗ് ടീം വിചാരിച്ചതെന്താ വെച്ചാൽ ഫസ്റ്റ് സെഷൻ ഒരു പേഷ്യൻറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആയിപ്പോയി. അതായത് അവർ വേറൊരു പേഷ്യൻറ്റിൻ്റെ ആണ് ആദ്യത്തെ ഫോട്ടോ ഇട്ടത്, പിന്നെ വേറൊരു പേഷ്യൻ്റ്, അങ്ങനത്തെ 2 തവണ 2 ക്ലിപ്പിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഫോട്ടോ നമ്മളടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞങ്ങൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ആക്ച്വൽ പിക്ക് ബിഫോർ ആഫ്റ്റർ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആയിപ്പോയതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും തെറ്റുകൾ 1 2 ഒന്നും പറ്റും. ഇനി പറ്റാതെ ഞങ്ങൾ ആവർത്തിക്കാം. ഇനി ഇത് ആവർത്തിക്കാതെ മാക്സിമം നോക്കാം. കാരണം നിങ്ങൾക്കറിയാലോ എനിക്ക് ഇതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മാർക്കറ്റിംഗ് ടീമിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഓരോ ക്ലിപ്പും നോക്കി പുറത്തേക്ക് ഇടാനുള്ള ഒരു അവസരം എനിക്കില്ല. ആക്ച്വലി നിങ്ങളിവിടെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടുത്തെ തിരക്കും അതേപോലെ എൻ്റെ ഒരു ഷെഡ്യൂളും എല്ലാം കൂടി നോക്കുമ്പോൾ മനസ്സിലായാവും. അപ്പോൾ തെറ്റുകൾ ശരിക്കും പറ്റാൻ പാടില്ലാത്തതാണ് നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ പറ്റിപ്പോയി. അതിപ്പോൾ ഞാനിപ്പോൾ മാർക്കറ്റിംഗ് ടീമിന് മാത്രം കുറ്റം പറയണില്ല. കാരണം അത് സമയമില്ലെങ്കിൽ പോലും ഇങ്ങനൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ നമ്മൾ നോക്കി നമ്മൾ അതിൻ്റെ ഒരു ഇത് എന്താ പറയുക ഓരോ ഫോട്ടോസ് അവരിടുമ്പോഴും അല്ലെങ്കിൽ ഓരോ വീഡിയോസ് അവരിടുമ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക ആധികാരികത ഞാൻ വേണം ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇടേണ്ടിയിരുന്നത്. അത് കാരണം അത്രയും വലിയൊരു സോഷ്യൽ മീഡിയ ബേസുള്ള ഒരു ചാനലാണ് നമ്മുടെ. അപ്പോൾ അത്ര ആളുകൾ കാണും എന്നുള്ള ഒരു ചിന്ത വേണമായിരുന്നു. ഞാനത് കെയർഫുൾ ആവണമായിരുന്നു. ബട്ട് ഞാൻ അവരെ മൊത്തത്തിലാണ്ട് വിശ്വസിച്ച് അവർക്കാണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വന്ന ചെറിയൊരു മിസ്റ്റേക്ക്, അത് ചെറുതല്ല എന്നറിയാം, വലുതാണ്. ഒരു 2 ഫോട്ടോസ് അങ്ങനെ ബിഫോർ ആഫ്റ്റർ മാറിപ്പോയി. എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഇനി അങ്ങനെ ആവർത്തിക്കാതെ മാക്സിമം നോക്കാം. ഓക്കെ.